ഹലോ, കഴിഞ്ഞ ദിവസം നമ്മുടെ സൂര്യയുടെ കഗ്വ എന്ന് പറഞ്ഞ മൂടെ ടീസർ റിലീസ് ചെയ്യുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടീസർ റിവ്യൂ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടീസറിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം 59 സെക്കൻഡിന് താഴെ ഉണ്ടാകുന്നുള്ള ടീസർ. അത് ഗംഭീരമായെന്ന് പലരും പറയുന്നുണ്ട്. നമുക്കതിലും ടീസറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി തന്നെ നമുക്ക് സംസാരിക്കാം. ശിവയാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. വലിയ ബിഗ് ബഡ്ജറ്റിൽ അല്ലെങ്കിൽ വലിയ സ്കിൽ തന്നെ വരുന്നൊരു ചിത്രം തന്നെയാണ്. ഏകദേശം 30 ലാംഗ്വേജോളമാണ് കഗ്വ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സൂര്യ കൂടാതെ ബോബി ഡിയോളാണ് ഇതിൽ വില്ലൻ കഥാപാത്രമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ കേട്ടിരുന്നു. ടീസറിലൊക്കെ കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എന്താണ് അതിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മളിതിനെക്കുറിച്ച് തംബ്ലൈൻ തൊട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. തംബ്ലൈനിൽ സൂര്യ ഒരു വാളും പിടിച്ച് നിൽക്കുന്ന ഭാഗമായിട്ട് തംബ്ലൈനിൽ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ബാക്കിലെ ടീസറിൽ നിന്നുള്ള ലാറ്റിൻ ഒരു പദമായിട്ടാണ് അവർ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത് പഴയ ഒരു ചൈനീസ് ഭാഷ അതുപോലത്തെ ഒരു കാലഘട്ടത്തിലാണ് ടീസറിൽ നിന്ന് തന്നെ ഒരു വെറൈറ്റിയിൽ എഴുതി പിടിച്ചിട്ടുണ്ട് ചിറകുമായിട്ട്. ആ ചിറകളിൽ തന്നെ എന്തോ ഫേസ് നോക്കി നിൽക്കുന്ന ഭാഗമായിട്ട് കാണിച്ചില്ല. എനിക്ക് തോന്നുന്നു വീഡിയോകൾ ചെയ്യുന്ന ഒരു കഥാപാത്രമായിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു വില്ലനുമായിട്ട് ഫേസ് ടു ഫേസ് നിൽക്കുന്ന ഒരു ഭാഗമായിട്ടാവും കാണിച്ചിട്ടാണ് തോന്നുന്നുണ്ട്. കാരണം ആ ടീസറിൽ തംബ്ലൈനിൽ തന്നെ ഒരു ഫേസിലായത് ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ഭാഗമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കഗ്വയുടെ ടീസർ. പിന്നെ ഒരു ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കടൽ വരുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. അത് ഒരുപാട് ഭാഗങ്ങൾ ടീസറിൽ തന്നെ കാണിച്ചു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് വരെ കളർ ഗ്രേഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. സൂര്യയ്ക്ക് ഒരു തീയിൻ്റെ ഒരു കഥാപാത്രമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് അഗ്നിയെ പോലെ ഉള്ള ഒരു അതിശക്തമായുള്ള കഥാപാത്രമായിരിക്കാം സൂര്യയിൽ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കങ്ങനെ പറയാൻ വേണ്ടി തോന്നുന്നു. കാരണം പഴയൊരു കാലഘട്ടത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തുള്ള ശക്തി കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ പ്രതീക്ഷിക്കും കൂടുതലായിട്ട്. ഈ കഗ്വയുടെ അർത്ഥം തന്നെ ദ ഫയർ ഓഫ് മാൻ തന്നെയാണ്. അത് തീ കൊണ്ടുള്ളൊരു മനുഷ്യൻ, അത് അഗ്നിയേക്കാൾ ശക്തിയുള്ള മനുഷ്യൻ, അങ്ങനെ അഗ്നിയെ നേരിടാൻ കഴിവുള്ള മനുഷ്യനാക്കിയിട്ടാണ് സൂര്യ ഇതിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുള്ളതാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പുറത്ത് നോക്കുക വെച്ചെങ്കിൽ നമ്മുടെ ബോബി ഡിയോളിൻ്റെ കഥാപാത്രമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരുപാട് പേരെ കൊന്നു തള്ളുന്ന ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നടന്നു വരുന്ന ഭാഗമാണ് വലിയ കൊമ്പ് വെച്ച് ദേഷ്യപ്പെടുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. എനിക്കൊന്ന് സൂര്യക്കാൾ രണ്ടുപേരും അതിശക്തമായിട്ടുള്ള കഥാപാത്രം തന്നെയാണ്. കട്ടയ്ക്ക് കട്ടെന്ന് പറഞ്ഞപ്പോൾ നിന്നുള്ള കഥാപാത്രമായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇതിൽ കുറച്ച് ടീസറിൻ്റെ ഇടയ്ക്ക് ഒരു മുതലയുടെ കണ്ണ് നോക്കുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്. ഇതിൽ മുതലായിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അങ്ങനെ സീനാണെങ്കിൽ അതിശക്തമായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ആ മുതലയെ കൊണ്ടൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. കാരണം ഒരിക്കലും ഒരു മുതലായിട്ടുള്ള ഫൈറ്റൊന്നും നമ്മൾ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്രയും വലിയ ക്യാൻവാസിലും ചിത്രത്തിലൊക്കെ കാണുമ്പോൾ അത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം ഈ ഇത്ര തിരക്കിൻ്റെ എല്ലാം മുതലുള്ള കണ്ണ് തന്നെ കാണിക്കുമ്പോൾ തന്നെ ഭയങ്കര ഡിഫറൻ്റ് ആയി നല്ല ഒരു എന്താ പറയുക നല്ല ക്വാളിറ്റിയുടെ തന്നെയാണ് ആ സീൻസൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പറയാച്ചിൻ്റെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ട് ഗോത്രത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരേ ഗോത്രത്തിൽപ്പെട്ട രണ്ട് വ്യക്തികൾ ഒന്നെങ്കിൽ കിരീടത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ആരായിരിക്കും അവിടുത്തെ വലിയൊന്നും വേണ്ടിയായിരിക്കും. രണ്ടുപേരും തമ്മിൽ യുദ്ധമാണ് കഗ്വ എന്ന് പറയുന്ന മൂവിയുടെ ഒരു സ്റ്റോറിയായിട്ട് അവർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. കാരണം രണ്ട് തുല്യ ശക്തികൾ അല്ലെങ്കിൽ ഒന്നിനു മുകളിൽ നിൽക്കുന്ന രണ്ട് ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു, ആര് ജയിക്കുന്നുള്ള ഭാഗമായി കാണിച്ചിട്ടുള്ളത്. ഒരുപാട് നാൾക്ക് മുമ്പ് സൂര്യയുടെ സൈഡ് തിരിഞ്ഞ് നിൽക്കുന്ന ഭാഗം കാണിച്ചിരുന്നു. കഴിഞ്ഞ മുകളിൽ ഒരുപാട് ഇതൊക്കെ എഴുതിയിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് എത്ര പേരാണ് കൊന്നിട്ടുള്ള കൊന്ന പേരുടെ സംഖ്യയാണ് എഴുതിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അവർ പ്രധാനമായിട്ട് അവർ പറയാൻ വേണ്ടി ശ്രമിച്ചില്ല ഏറ്റവും കൂടുതൽ ആരെയാണ് കൊല്ലുന്നത് ആ വ്യക്തിയാണ് വിന്നർ എന്നുള്ള ഒരു ഉദ്ദേശമായിട്ടായിരിക്കും പറഞ്ഞു പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായിരിക്കും എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടാവും. എന്തിനും വലിയ സ്കിൽ തന്നെയാണ്, വലിയ ഒരു ക്യാൻവാസിൽ വരുന്ന ചിത്രം തന്നെയാണ് കഗ്വ എന്ന് കാര്യം യാതൊരു സംശയമില്ല. അതൊരു പോസിറ്റീവും കാര്യങ്ങളൊക്കെ വരികയെങ്കിൽ എന്താ പറയുക തമിഴ് ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു തലവരം മാറ്റാൻ ചാൻസുള്ള മൂവി തന്നെയായിരിക്കും 2024 സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. നല്ലൊരു പോസിറ്റീവ് അന്യായമായ കളക്ഷൻ ഏകദേശം 1000 കോടിക്ക് മുകളിൽ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് കയറാൻ ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ് കഗ്വയുടെ ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. ഏറ്റവും നെഗറ്റീവായിട്ട് എനിക്ക് ഭയപ്പെടുത്തുന്ന കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങനത്തെ ടീസറിനേക്കാൾ കുറച്ച് പൊടിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ലൊരു അഭിപ്രായം നേടാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഇത് പലരും പല അഭിപ്രായങ്ങൾ തന്നെയാണ് ടീസറിലും പറഞ്ഞു പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം എല്ലാം ഒരു ഓവറായിട്ട് തന്നെയാണ് ഇതിൽ കൊടുത്തില്ല. ആക്ഷൻസ് ആണെങ്കിലും അതുപോലെ ഗ്രാഫിക്സ് വർക്ക് ആണെങ്കിലും എല്ലാം തന്നെ കുറച്ച് ഓവറായിട്ട് തോന്നി. കാരണം കുറച്ച് ഒരു റെയിൻ്റെ സീനൊക്കെ കാണിക്കുന്നുണ്ട്, എല്ലാം കുറച്ച് ഓവറായിട്ട് തോന്നി. അതെല്ലാം കുറച്ച് ഈ ടീസറിനേക്കാൾ കുറച്ച് മികച്ച ചിത്രം തന്നെയായിരിക്കും തിയേറ്ററിൽ നമുക്ക് കിട്ടുന്നതെങ്കിൽ സിമ്പിളായിട്ട് 1000 കോടിക്ക് മുകളിൽ നേടാൻ ചാൻസ് കൂടുതൽ തന്നെ കഗ്വ എന്ന് പറഞ്ഞിട്ടുള്ള ടീസർ. അപ്പോൾ ടീസറിനെ കുറിച്ച് എനിക്ക് ഇത്ര ഇങ്ങനെ പറയാനുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തെങ്കിലും പോലെ നമ്മുടെ ഒരു ഇഷ്ടപ്പെടുക ലൈക്ക് ഷെയർ എന്ന കാര്യം പരിഗണിക്കുക. അതുവരെയും ബൈ ഫ്രണ്ട്സ്.